ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തൻസീർ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ വളരെയധികം പ്രയോജനപ്രദമായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് ആളുകൾ നല്ല കമന്റുകൾ ആ വീഡിയോക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ കമന്റിൽ ചോദിച്ച ഒരു ചോദ്യം, വൈഫൈയുടെ സ്പീഡും ഇതുപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. അതിനായിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ട്. വൈഫൈ ഓൾറെഡി സ്പീഡുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് സ്പീഡ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് നിങ്ങളൊന്ന് അനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും വൈഫൈയുടെ സ്പീഡും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് കുറയുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഏതാണ് സെറ്റിംഗ്സ്, എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ 7 പ്രാവശ്യം തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ പാറ്റേണിലാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. പാറ്റേൺ എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. വീണ്ടും ഒന്നുകൂടി ബാക്ക് വന്നിട്ട് എബൌട്ട് ഫോണിൻ്റെ കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വൈഫൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈഫൈയുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രെയിൻ ആൻഡ് ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഇത് നിങ്ങൾ ഓണിൽ വെക്കുകയാണെങ്കിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ്. ഇത് റിയൽമിയുടെ മൊബൈലാണ്. ഇതിൽ സെറ്റിംഗ്സ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു മൊബൈൽ കാണിക്കുന്നത്. ഇതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്ന ഓപ്ഷനാണ് കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ വേർഷൻ നമ്പർ എന്ന ഭാഗത്ത് 7 പ്രാവശ്യം തുരുതുരെ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ലോക്ക് കാണിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ ബാക്ക് വരിക. ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഇല്ല. ഏറ്റവും മുകളിൽ മറ്റേ മൊബൈലിൽ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ കണ്ടെത്തണം. ഓക്കെ, നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്നാണ് ആ ഒരു സെറ്റിംഗ്സ്. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാൻ ത്രോട്ടിംഗ്. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെയും കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രെയിൻ ആൻഡ് ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലാണ് ഡെവലപ്പർ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് 2 മൊബൈലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ അതിന് സ്പീഡ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ അനേബിൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.